നന്ദി പറയുന്നു. ഏകദേശം 2 വർഷക്കാലമായി ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നെങ്കിലും ഇങ്ങനെയൊരു അവസരം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനായിട്ട് വീണ്ടും വീണ്ടും ദൈവത്തോട് നന്ദി പറയുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട സാറിനോടും വിശേഷാൽ വചനം സംസാരിക്കാൻ കടന്നു വന്ന ദേവദാസിനോടും ഈ സമയം ഞാൻ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട ഈ സങ്കീർത്തനം കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ചെറുപ്പകാലം മുതലേ നമ്മൾ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ദാവീദിന്റെ ഈ സങ്കീർത്തനം ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. ഒരു രാജാവായിരിക്കുന്ന ദാവീദ് തൻ്റെ സാക്ഷ്യത്തിൽ ഇപ്രകാരം ധൈര്യത്തോടെ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. എന്താണ് എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്ന് പറഞ്ഞ് തനിക്ക് ഒന്നിനും ഒരു കുറവില്ല എന്നും തന്നെയാണ് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ നിമിഷവും താൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഓരോ വാക്യങ്ങളിലും നമുക്ക് കാണുന്നത്. നാളെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷയല്ല, പക്ഷേ താൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു താഴ്വ് നടന്നാൽ ഞാൻ അടുത്തും ഭയപ്പെടുകയില്ല. അങ്ങനെ ഒരു ഭയപ്പാട്ടിൻ്റെ അല്ലെങ്കിൽ അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആശ്രയം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറയുന്നത്, ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ രണ്ടിടത്തും ഭയപ്പെടില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളായിരിക്കുന്ന ഓരോ മേഖലകളിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥയിൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും പ്രയാസങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ കരം നമ്മളെപ്പോഴും മുറുകെ പിടിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഇതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ ഭാഗത്ത് പറഞ്ഞ സ്വസ്ഥതയുള്ള വെള്ളത്തിനകത്തേക്ക് എന്നെ നടത്തുന്നു. എന്താണ് സ്വസ്ഥതയുള്ള വെള്ളം? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ മുൻപോട്ട് കടന്നുകൊണ്ട് നമുക്ക് സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏത് പ്രായത്തിലാണെങ്കിലും സ്വസ്ഥതക്കേട് അനുഭവിക്കും. കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ മേഖല പരീക്ഷാ കാലഘട്ടത്തിൽ ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ തന്നെ സ്കൂളിൽ കടന്നു പോകാനുള്ള ആ നിമിഷം തൊട്ട് നമ്മൾ സ്വസ്ഥത ഇല്ലാത്തവരായി വരും. പ്രായമുള്ളവർക്ക് ജീവിതത്തിൻ്റെ പല തലങ്ങളിലും ഒരു സ്വസ്ഥതക്കേട് അനുഭവിക്കുന്നു. എന്നാൽ ദാവീദ് ഇപ്രകാരം പറയുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഞാൻ 2-3 മിനിറ്റ് ഞാൻ കാണിരുന്നോളെങ്കിലും ഞാൻ വചനത്തിൽ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതാണ് ഈ നമ്മൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം. നമ്മൾ പഴയ നിയമത്തിൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കും. ആകാർ ഒരു തുരുത്തി വെള്ളവുമായി തൻ്റെ കുഞ്ഞുമായി പുറത്തേക്ക് പോകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവളായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച സാധ്യത അവൾ ദൈവത്തോട് ഉറക്കെ കരഞ്ഞപ്പോൾ ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു മരുഭൂമിയിൽ ദൈവത്തിന് നീരുറവ ഒരു നദിയായി പുറപ്പെട്ട് നമ്മൾ കാണുന്നു. അതുപോലെ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനാണ് മോശയിന്മേലുണ്ടായിരുന്ന വാഗ്ദത്തം. അതിൻ്റെ മോശയുടെ സഹോദരി വെള്ളത്തിലേക്ക് നോക്കി നിന്ന് നെട്ടേർപ്പെട്ടു. എന്തിനാണ് ആ വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള സംശയത്താൽ അവൾ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനായ മോശ അനേകർക്ക് ഇസ്രായേൽ മക്കൾക്ക് ഒരു വലിയ പ്രതിസന്ധി നൽകി മുന്നോട്ട് നയിക്കാൻ മോശ ജീവിതത്തിൽ ഉയർന്നു വന്നപ്പോൾ നമുക്ക് കാണാം. മരുഭൂമിയിൽ അവർ സഞ്ചരിച്ചു. അവർക്ക് ദാഹജലം ഇല്ലാത്തപ്പോൾ മോശയെ നോക്കി അല്ലെങ്കിൽ ദൈവത്തിലേക്ക് കരഞ്ഞപ്പോൾ മോശയിൽ നിന്നും അല്ലെങ്കിൽ ദൈവസ്ഥാനത്തിൽ നിന്ന് അവർക്ക് ഒരു നീരുറവ് പുറപ്പെടുന്നു. അത് പക്ഷേ കയ്പുള്ളതായിരുന്നു. ആ കയ്പുള്ള നീരുറവ് നമ്മുടെ ജീവിതത്തിന് കയ്പിന് അനുഭവം വരുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവസ്ഥിതി നമ്മൾ കരയുമ്പോൾ ആ മാറായി മധുരമാക്കുന്ന ഒരു ദൈവം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലുണ്ടെന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും നമ്മൾ മോശയെപ്പറ്റി തന്നെ ചിന്തിക്കുമ്പോൾ അവർ വലിയ സമുദ്രം കടക്കുന്നു. ഒരു നദിയിൽ നിന്ന് പുറത്തു വന്നവൻ ഒരു മഹാജനസമൂഹത്തെ സമുദ്രത്തിൽ കൂടി അക്കരെ കടത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എങ്കിലും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും വെള്ളത്തിൻ്റെ സാന്നിധ്യം വചനത്തിൽ പല പ്രാവശ്യവും എടുത്തു കാണപ്പെടുന്നുണ്ട്. കാനായിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ്, അത് നമ്മുടെ വലിയ കർത്താവിൻ്റെ പക്ഷെ അടക്ക സമയത്ത് നമ്മൾ കാണുന്നുണ്ട് കയ്പുള്ള പുളിച്ച വെള്ളമാണ് നമ്മുടെ നാഥൻ അവർ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിൻ്റെ ഓരോ ഭാഗത്തും സഞ്ചരിക്കുമ്പോൾ ഈ വെള്ളത്തിന്മേൽ ഉണ്ടായിരുന്ന ആത്മസാന്നിധ്യം അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കുന്നത് പലപ്പോഴും നമ്മൾ കലങ്ങിയ വെള്ളത്തിലാണ് കണ്ടിട്ടുള്ളത്. നയമാൻ എന്ന കുഷ്ഠരോഗി
പ്രയാസമുള്ളതാണെങ്കിലും നമുക്ക് ദൈവം ഒരു വലിയ വിടുതൽ അതിൽ നൽകുന്നതാണ്. എങ്കിലും ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ നന്മയും കണ്ണിൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ ഒരുപാട് ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ ഒരു പ്രതീക്ഷ ഉള്ള ഒരു മനുഷ്യൻ ഏത് അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ദീർഘായുസ് അല്ലെങ്കിൽ ആയുഷ്കാലമൊക്കെ ദൈവത്തെ പിന്തുടരാൻ സാധിക്കുന്നത്. വചനത്തിൽ പ്രകാരം നമ്മൾ പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനം കഴിക്കുന്നത്, ജലസ്നാനം ഏൽക്കുമ്പോഴാണ് നമ്മൾ ഒരു ദൈവ മക്കളായി ദൈവ മകനായി മകളായി മാറുന്നത്. ആ ഒരു ജലസ്നാനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് വരുന്നത്. അങ്ങനെ ആയിരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ദൈവവചന പ്രകാരം അല്ലെങ്കിൽ അവൻ്റെ ആലയത്തിൽ അവസാനത്തോളം വിശ്വസ്തയോടെ അല്ലെങ്കിൽ മക്കളായി ജീവിക്കാൻ സാധിക്കില്ല. എന്നെ കേൾക്കുന്ന ഇതിലെ ഏറിയ പങ്കും കുഞ്ഞുങ്ങൾ ആരും ജലസ്നാനം സ്വീകരിക്കുക. നാളെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിലും നിങ്ങൾ ഇവിടെ കേൾക്കുന്ന വചനം, ഇപ്പോൾ നിങ്ങൾ ഉള്ളിൽ പ്രാപിച്ചിട്ടുള്ള ഈ അത്ഭുത വചനം നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത്, ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ഒരു സമയത്ത് നിങ്ങൾ ഈ വചനങ്ങളൊന്നും മറന്നു പോകാതെ ദൈവത്തെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനം സ്വീകരിച്ച് അന്ത്യത്തോളം വിശ്വസ്തയോടെ നല്ല മാതൃകയുള്ളവരായി സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ദാവീദ് പറഞ്ഞ പ്രകാരം ഓരോ നിമിഷവും നമുക്കും സാക്ഷ്യമുള്ളവരായി ജീവിക്കാം, അവരുടെ സ്ഥലത്ത് വിശ്വസ്തയുള്ളവരായിരിക്കാം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ സമയം തന്ന ദാസൻ നന്ദി.